ഹലോ ഗൈസ്, ഗുഡ് മോർണിംഗ്. നമ്മൾ ഇന്ന് ഒരു ഡേ ഇൻ മൈ ലൈഫ് ചെയ്യാൻ പോവാണ് കേട്ടോ. അപ്പോൾ അതാ രാവിലെ എഴുന്നേറ്റിരിക്കുന്ന കോലമാണ് നിങ്ങൾ ഈ കാണുന്നത്. പോയി റെഡിയായി ഒന്ന് കുളിച്ച് പല്ലൊക്കെ തേച്ച് വന്നിട്ട് നമ്മുടെ ഗപ്പിക്കുട്ടന്മാർക്ക് തീറ്റി ഇടാമെന്ന് വിചാരിച്ചു. അവർക്കും വിശക്കുന്നുണ്ടാവുമല്ലോ, കഴിക്കട്ടെ അങ്ങോട്ട്, എന്നിട്ട് വളരട്ടെ. അങ്ങനെ ഇന്ന് എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്നുള്ള ആലോചനയിൽ പോയി കുറച്ച് നേരം പിന്നെയും ഹോളിലൊക്കെ ഇരുന്ന് ഉറക്കം തൂങ്ങുന്ന രംഗമാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ. നമ്മൾക്ക് ഏറ്റവും കൂടുതൽ ആവശ്യമുള്ള കാര്യം ഉറക്കമാണല്ലോ. അങ്ങനെ ഞാൻ നോക്കുമ്പോഴത്തേനും ഇവൻ അവിടെ കിടന്ന് സുഖമായിട്ട് കിടന്ന് ഉറങ്ങുന്നുണ്ട് കേട്ടോ. ഇടയ്ക്കിടയ്ക്ക് ഞാൻ വിളിക്കുന്നൊക്കെ ഉണ്ടെങ്കിലും ചെവിയൊക്കെ ഒന്ന് അനക്കി ശ്രദ്ധിക്കുന്ന പോലെയൊക്കെ ഒന്ന് കാണിക്കുന്നുണ്ട്. പിന്നെയും ഞാൻ വിളിച്ച് അവനെ ഉണർത്തി കഴിഞ്ഞപ്പോഴാണ് എൻ്റെ ഒരു സന്തോഷം എനിക്കങ്ങോട്ട് ഉണർന്നത്. എന്നിട്ട് ഞാൻ പിന്നെ പോയി നടന്നിട്ടൊക്കെ വന്നു. നടക്കാൻ പോകുന്ന കൂട്ടത്തിൽ എനിക്ക് ഇതും കിട്ടിയായിരുന്നു കേട്ടോ. നിങ്ങളുടെ നാട്ടിൽ ഇതിനെന്താ പറയുന്നത് പറയണേ. പിന്നെ വന്നിട്ട് റെക്കോർഡൊക്കെ എഴുതി. അപ്പോഴും നമ്മുടെ സാർ ഉറക്കം തന്നെയാണ് കേട്ടോ. വീടിൻ്റെ ഓരോ സ്ഥലം കണ്ടുപിടിച്ച് അവന് കംഫർട്ടബിൾ ആയിട്ടുള്ള രീതിയിൽ കിടന്ന് ഉറങ്ങലാണ് ഇപ്പോൾ അവൻ്റെ പ്രധാന ജോലി. അവനെ കാണുമ്പോൾ എനിക്ക് കുശുമ്പ് കൂടിയിട്ട് ഞാൻ പോയി അവനെ ഇറിറ്റേറ്റ് ചെയ്യാറുണ്ട്. അത് വേറെ കാര്യം. നമുക്കങ്ങനെ വിട്ടുകൊടുക്കാൻ പാടില്ലല്ലോ. അത് കഴിഞ്ഞിട്ട് പോയി ക്ലീനിങ് കുറച്ച് പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു. മനസ്സോടെയാണെങ്കിലും നമ്മുടെ റൂം നമ്മൾ തന്നെ ക്ലീൻ ചെയ്യണമല്ലോ. അത് കൊണ്ട് മാത്രം ഞാനിങ്ങനെ കഷ്ടപ്പെട്ട് പണിയെടുത്തുകൊണ്ടിരിക്കുന്ന രംഗങ്ങളാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. മനസ്സോടെയാണെന്നുള്ളത് ആ മോന്തയ്ക്ക് എഴുതി വെച്ചിട്ടുണ്ട്. ഞാൻ പിന്നെ ഈ പോളിടെക്നിക്കിലൊന്നും പഠിച്ചിട്ടില്ലാത്തത് കൊണ്ട് എനിക്ക് ഈ ഭാവങ്ങൾ വിതറി തറ തുടയ്ക്കാൻ അറിഞ്ഞൂടാ. അത് വേറെ കാര്യം. അങ്ങനെ കഷ്ടപ്പെട്ട് തുടച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് മമ്മി വന്നിട്ട് പറയുന്നുണ്ടായിരുന്നു, പോയി കുളിച്ചിട്ട് വന്നു കഴിഞ്ഞാൽ ഫുഡ് കഴിക്കാമെന്ന്. എൻ്റെ ഫേവറേറ്റ് കോംബോ ആണ് കേട്ടോ, മത്തിക്കറിയും ചമ്മന്തിയും ചോറും. വേറെ കറികളൊന്നും ഞാൻ എടുത്തില്ല, എനിക്കിത് ഭയങ്കര ഫേവറേറ്റ് ആണ്. അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ഡിന്നറിന് വേണ്ടിയിട്ടുള്ളതൊക്കെ റെഡിയാക്കാമെന്ന് വിചാരിച്ച് മോര് കാച്ചാനുള്ള നിപ്പാണ് നിൽക്കുന്നത്. അപ്പോഴും നമ്മൾ ഉറക്കം തൂങ്ങുന്നത് തന്നെ. എന്ത് ചെയ്യാം, തൂങ്ങി നിന്ന് കരിഞ്ഞു പോകുന്നതിന് മുമ്പ് എന്തെങ്കിലുമൊക്കെ ചെയ്യാനായിട്ട് പറഞ്ഞ് മമ്മി പുറകിൽ നിന്ന് പറഞ്ഞു തരുന്നുണ്ട് കേട്ടോ ഓരോ കാര്യങ്ങൾ. ഇന്നത് ചെയ്യൂ, ഇങ്ങനെ ചെയ്യൂ, അങ്ങനെ ചെയ്യൂ എന്നൊക്കെ. എന്നിട്ട് പിന്നെ ഞാൻ പോയി ക്യാബേജൊക്കെ അരിഞ്ഞു കൊടുത്തു, ഒരു സന്തോഷത്തിന് വേണ്ടിയിട്ട്, അല്ലാതെ പണിയെടുക്കാനുള്ള ഒരു ഇൻട്രസ്റ്റ് കൊണ്ടല്ല. പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ പുറത്തെ വേറുള്ള പണികളിനെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ അടുക്കള പണി കുറച്ചുകൂടെ നമുക്ക് എൻജോയ് ചെയ്ത് ചെയ്യാൻ പറ്റും എന്ന് എനിക്ക് തോന്നുന്നു. എനിക്കിഷ്ടപ്പെട്ട ജോലികളിൽ കുറച്ചുള്ളത് അങ്ങനെയാണ് കേട്ടോ. കുക്ക് ചെയ്യാൻ എനിക്കിഷ്ടമാണ് മറ്റുള്ള ജോലികളിനെ വെച്ച് നോക്കുമ്പോഴത്തേന്. അതായത് ഈ തറ തുടയ്ക്കൽ, അലക്കൽ, തൂത്തുവാരൽ, അങ്ങനത്തെ പരിപാടികൾ വെച്ച് നോക്കുമ്പോൾ കുക്ക് ചെയ്യുന്നതാണ് കുറച്ചുകൂടെ ഒരു ഈസി കാര്യം എന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ അത്രയൊക്കെ ഉള്ളൂ കേട്ടോ. ഞാൻ ബാക്കി വിശേഷങ്ങളുമായിട്ട് പിന്നെ ഒരു എപ്പിസോഡിൽ വരുന്നതാണ്. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട, കൂടെ ഓരോ ലൈക്ക് കൂടി കേട്ടോ. ടാറ്റ, ബൈ ബൈ, സീ യു.